കർത്താവ് വെച്ച് നീ എന്നെ എന്തോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചടിക്കാൻ ഓർത്താ. അങ്ങനെയാണല്ലോ ഇപ്പം പലയിടത്തും അടി. പ്രാർത്ഥിച്ചാ കേസ് കൊടുക്കാൻ പോകുന്നവരെ പ്രാർത്ഥിച്ചല്ലേ? അല്ലോ കേസ് എഴുതിക്കൊണ്ട് ഓടുകയാണോ? കർത്താവേ, ഞങ്ങൾ കോടതിയിലോട്ട് പോകുന്നു, വക്കീലിന്റെ ഉള്ളത്തോട് ദൈവം സംസാരിക്കണമേ. കോടതി വരാന്തലെല്ലാം നിന്റെ ദൂതന്മാരെ ഊതിപ്പിടിച്ച് വാളുമായി നിർത്തണമേ. പ്രതിഭാഗം വക്കീൽ ബെഞ്ചമിന്റെ നാവിനെ ബന്ധിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വക്കീലിനെ കരത്തിലെടുത്ത് ഉപയോഗിക്കണമേ. പ്രതിക്കൂട്ടിൽ കയറി കാര്യം പറയുമ്പോൾ തപ്പും തടവുമില്ലാതെ സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ടും മറക്കാതെ പറയുവാനുള്ള ഓർമ്മയും ബുദ്ധിയും വിവേകവും. പക്ഷെ പുസ്തകത്തിലെ പ്രമാണമുണ്ടല്ലോ, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ഒരു കേസിനും പോകണ്ട, വഴക്കിനും പോകണ്ട, പുക്കാറിനും പോകണ്ട, വക്കീലിനെ പിടിക്കണ്ട, കോടതിയിലും കയറണ്ട. നിനക്കെന്ത് വ്യവഹരിക്കുന്ന ഒരു കോടതി ഉയരത്തിലുണ്ട്. മുട്ടാലിരുന്ന് പ്രാർത്ഥിര്. സ്തോത്രം. ദൈവമക്കൾ തരുന്ന സ്തോത്രകാഴ്ചയും ദൈവമക്കളിൽ നിന്ന് ദശാംശം എടുത്ത് കോടതി കൊടുക്കാനും വക്കീലിന് കൊടുക്കാൻ പോയാൽ കൊടുക്കുന്നവന്റെയും ഒത്താശ പറഞ്ഞതിന്റെയും അടിച്ച് ദൈവം നിന്റെ ഈ സ്തോത്രകാഴ്ചയും ദശാംശമേ റോഡ് പണിയുന്നവൻ അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് തരും. വെയിൽ കൊണ്ടാണ് പണിയുന്നത്. റബ്ബർ വെട്ടാൻ പോകുന്നവനുണ്ട്, അതിന്റെ രോഗരിയാ കൊണ്ട് തരുന്നത്. പാത്രം കഴുകാൻ പോകുന്ന പെണ്ണുങ്ങളുണ്ട്, അടുക്കളപ്പണിക്ക് പോകുന്നവര്. ഇവിടെ ഓടരവട്ടത്തിലെങ്കിലും പോകുന്നവരുണ്ട്. പകൽ അന്തിയോളം കിളയ്ക്കുന്നവരുണ്ട്. അവർക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗമാ ദൈവത്തിന് കൊണ്ട് ഈ സ്തോത്രകാഴ്ച കിടന്നേ. അന്നേരം നേതൃത്വത്തിൽ നിൽക്കുന്നവൻ ഇത് പിടിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും കിട്ടുന്നില്ല മോനെ, ഇവനെല്ലാം കേൾക്കട്ടെ. ജോജിയെ അവിടെ കണ്ടോണ്ട് ഇട്ടോ ശരിക്കിട്ടോണം. അവിടെ വണ്ടിക്കകത്ത് കണ്ടില്ലേ? എന്ത് വിളിച്ചു പറഞ്ഞാൽ ഇത് ശരിക്കും കൊടുക്കാം, ഓളിയം കൂട്ടിക്കിടാൻ പറ, ഇവനെല്ലാം കേൾക്കട്ടെ. എന്നാ നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ട്രാൻസ്ഫർ തന്ന അട്ടപ്പാടിക്ക് വിടും. എനിക്ക് ഒറ്റ ഒരുത്തനും ട്രാൻസ്ഫർ തരണ്ട, നമുക്ക് ട്രാൻസ്ഫർ കിട്ടിക്കിടക്കുക. സ്തോത്രം. എടാ, പാവം പിടിച്ച ദൈവമക്കളുടെ നേതാക്കന്മാരോടും കൂടാ പറയുന്നത്, സഭയുടെ കൗൺസിലിനോടും കൂടാ പറയുന്നത്. ഒത്തിരി ഉണ്ടല്ലോ കൗൺസിലും ഇണ്ടം തുരുത്തിയല്ല. പാവം പിടിച്ച ദൈവമക്കൾ അമേരിക്കയിലും ഗൾഫിലും കിടക്കുന്നവർ ചുമ്മാ കാശുണ്ടാക്കുകയല്ല. അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന അനേക സഹോദരന്മാര് ഭാര്യയും ഭർത്താവും പോലും ചൊവ്വിനെ സംസാരിക്കാൻ പോലും അമേരിക്കയിലാണോ? പിന്നെ ഇവിടെ എന്തിയാ നമ്മുടെ ബെന്യാമീനെ ചാൻ എന്തിയാ? ബെന്യാമീൻ ചാൻ ഇവിടെ ഉണ്ടെങ്കിലും പുള്ളി കൈപൊക്കുകയല്ല. പോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. നമ്മുടെ സഹോദരങ്ങൾ അമേരിക്കൻ ചുമ്മാ കിടന്ന ഡോളർ വാരുകയല്ല, അറിഞ്ഞധ്വാനിച്ച നന്നായിട്ട് അവർ അധ്വാനിക്കുക. കണ്ടമാനം ഡ്യൂട്ടി ചെയ്ത കാശ് അവർ അധ്വാനം. അല്ല ചുമ്മാ ഉറങ്ങി കിടക്കുമ്പോൾ തായ്പെന്ന് വെച്ച് മോളി എഴുന്നേക്ക് എന്നാ $500 ഉറങ്ങിക്കോ, നാളെയും കൊണ്ട് തരാം. അങ്ങനെ കിട്ടുന്നതാണോ? നമ്മുടെ സഹോദരന്മാർ ഗൾഫിൽ കിടക്കുന്നു, ഈ ചൂടും പിടിച്ച് എന്ത് അധ്വാനിച്ച് എന്ത് കഷ്ടപ്പെട്ട്, ഭാര്യയും പിള്ളേരും ഇവിടെ, അവൻ ചൂട് പിടിച്ച് അവിടെ, എന്ത് മനോവേദനയും ദുഃഖത്തില. അങ്ങനെയൊക്കെയുള്ള സഹോദരന്മാർ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാർ ചെല്ലുമ്പോൾ, ദൈവത്തെ ഭയപ്പെട്ട് ശുശ്രൂഷയെ ഭയപ്പെട്ട് തരുമ്പോൾ, ഈ കാശെല്ലാം മേടിച്ച് ദൈവമക്കളുടെ സ്തോത്രകാഴ്ച മേടിച്ച് നീ കേസിനും കോടതിക്കും ആ വഴക്കിന് പോയാൽ അടിച്ച് നിന്റെ ബാക്കി ഡാഷ് പൂരാ കരോ. കണക്ക് കൊടുക്കണം, ₹1 കണക്ക് കൊടുക്കണം. നീ കേസിന് പോകണ്ട, കോടതിക്ക് പോകണ്ട. നിനക്ക് നീ വ്യവഹരിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്. നിന്റെ സാക്ഷി സ്വർഗത്തിലാ. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥനക്കാരെഴുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരെഴുന്നേക്കട്ടെ. പ്രശ്നക്കാരല്ല, പ്രാർത്ഥിക്കുന്നവരെഴുന്നേക്കട്ടെ. ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്നവരെയാ. ഹല്ലേലൂയ. സുവിശേഷവേല കിട്ടുന്ന ഓരോ രൂപയ്ക്കും കണക്ക് കൊടുക്കണം. ഞാനും കൊടുക്കണം, നിങ്ങളും കൊടുക്കണം, മേടിക്കുന്നവരെല്ലാം കൊടുക്കണം. ഇത് തീക്കളിയാ, തീക്കളി.
ഉപ്പാപ്പക്കളിയല്ല, തീക്കളിയാ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ഞാൻ അങ്ങനെ വിടുക. ഇത് നിങ്ങളോടുള്ള ദൂത് തന്നല്ല. ഇത് കേൾക്കേണ്ടവന്മാര് പല സ്ഥലത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അവന്മാര് കേക്കട്ടെ, കേക്കട്ടെന്ന്. മുഴങ്കാലിമേലിരിക്കെ